ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. മരിയൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു 85-90 കാലഘട്ടത്തിലാണ് സത്യമെങ്കിൽ ഏറ്റവും വലിയ ഒരു ക്രിസ്ത്യാനിറ്റി ലോകത്തിലെല്ലായിടത്തും ഉറങ്ങിക്കിടന്ന ഒരു കാലഘട്ടമാണ് ഈ 80 മുതൽ 90. ആ കാലഘട്ടമെല്ലാം ക്രിസ്ത്യാനിറ്റി ലോകത്ത് യാതൊരു ഉണർവും ഇല്ലാതെ ഒരുമാതിരി മരിച്ച രീതിയിൽ തന്നെ കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അന്നാണ് ലോകത്തെല്ലാം ഹിപ്പി സംസ്കാരം വളരെയേറെ വ്യാപകമായിരുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, ഞാനൊരു ഹൈറേഞ്ചുകാരനായിരുന്നു, നാട്ടിൻപുറങ്ങളിലൂടെയൊക്കെ അന്ന് ധാരാളം ഹിപ്പികൾ വരുന്നത്. അമേരിക്കക്കാരാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും കൂടുതലും അമേരിക്കക്കാരായിരുന്നു. നീട്ടി വളർത്തിയ താടിയും കയ്യിലൊരു ഫിഡിലും പിന്നെ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമൊക്കെ ഇട്ട് ദുർഗന്ധം വമിക്കുന്ന കുറേ സായിപ്പന്മാർ അതിലൊക്കെ വരുമായിരുന്നു. അന്ന് ഹൈറേഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് ധാരാളം കൃഷി ചെയ്യുന്നൊരു കാലഘട്ടമാണ്. കഞ്ചാവ് എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളിലും ധാരാളം കഞ്ചാവ് കൃഷി ചെയ്യുമായിരുന്നു, കത്തോലിക്ക ഭവനങ്ങളിലെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ചരസ് അന്വേഷിച്ചാണ് ഇവർ വരുന്നത്. ഇവർ വന്നിട്ട് ചരസ് എന്ന് പറയും. ഇപ്പം നമ്മൾ ഉള്ള കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ഉപോൽപ്പന്നമാണ് ഈ ചരസ് എന്ന് പറയുന്നത്. അപ്പോൾ അച്ചായന്മാർ ചരസ് എടുത്തുകൊണ്ട് കൊടുക്കും. ഇപ്പം 100 രൂപ 200 രൂപ, അന്ന് 200 രൂപ 500 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ 500 നോട്ടെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ്. സാഹിബന്മാർ ഇത് വന്നിട്ട് അത് വലിച്ചിട്ട് അവർ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ വയറെ കൂട്ടി കാണിക്കും. അപ്പോൾ നമുക്കറിയാം ഭക്ഷണം ചോദിക്കുന്നതെന്ന്. അപ്പം നമ്മൾ ചോദിക്കും വാട്ട് കപ്പ് തോട്ട് മീൻ കൂട്ടുമോ സായിപ്പേന്ന് ചോദിക്കും. ഉടനെ സായിപ്പ് എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ, കഞ്ചാവ് വലിച്ചിരിക്കുന്ന സായിപ്പിന് എന്തെങ്കിലും കിട്ടിയാൽ മതി, അതും കൊടുക്കും. അങ്ങനെ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ലോകത്തെല്ലായിടത്തും. അപ്പം നമ്മൾ അവരോട് ചോദിക്കുക ഇവിടെ സ്ഥലം എവിടെ നിൽക്കുമ്പോൾ അമേരിക്ക എന്ന് പറയുമ്പോൾ അവർക്കൊരു ശൂന്യതാബോധമാണ് അവരുടെ കണ്ണുകളിൽ കാണുന്നത്. മിക്കവാറും സായിപ്പന്മാരുടെ കണ്ണുകളിൽ നിന്ന് ശൂന്യതാബോധമാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഈ ഭക്തി പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ മിഷൻ ധ്യാനങ്ങളൊക്കെ വന്നത്. അപ്പം ഈ കഞ്ചാവിൻ്റെ ആലസ്യത്തിൽ കിടന്നിരുന്ന പ്രദേശങ്ങളെല്ലാം ഈ പോപ്പുലർ മിഷൻ ധ്യാനം വന്നതോടുകൂടി ഒരു ഉണർവ് ആ കാലഘട്ടത്തിലെല്ലാം ഉണ്ടായി. യൂറോപ്പിലാണെങ്കിലും ഈ മാതൃഭക്തി പ്രസ്ഥാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി പ്രത്യേകമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട അമേരിക്കയുടെ മാറ്റമാണ്. അമേരിക്ക അന്നത്തെ കാലത്ത് ഏറ്റവും ധാർമ്മികമായി അധപ്പതിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് അമേരിക്കയിൽ ഒരു റിഫോർമേഷൻ ഉണ്ടായി. നമ്മളിപ്പം അമേരിക്കയിൽ നിന്ന് വരുന്ന പിന്നെ ഇവാഞ്ചലിക്കലായിട്ടുള്ള പാസ്റ്റർമാരുടെയും ഒക്കെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അവർക്കറിയാം അവർ ആ കാലഘട്ടത്തെ എല്ലാം ഒരു ശവിക്കുകയാണ് ചെയ്തത്. കാരണം ആ കാലഘട്ടം ഏറ്റവും മോശപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്ന് ഭക്തി പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ലോകത്തിൽ ഇസ്ലാമിക ടെററിസം, അതിനുശേഷം ഇസ്ലാമിക ടെററിസം വന്നു.